ഹായ്, നമുക്കിന്ന് ബി പിയെക്കുറിച്ച് സംസാരിക്കാം. ബി പി എന്താണെന്നും ഹൈ ബി പി ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്നിവയെക്കുറിച്ചൊക്കെ നമുക്കിന്ന് നോക്കാം. ഞാൻ ഡോക്ടർ സൂര്യ, ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ രക്തക്കുഴലുകളിലൂടെ രക്തം എപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന സമയത്ത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഈ രക്തം ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബി പി എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ബി പി കൃത്യമായിട്ട് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതായത് നോർമൽ ബി പി 120/80 അപ്പം നമ്മുടെ ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബി പി ആണ് നമ്മൾ 120 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സിസ്റ്റോളിക് ബി പി എന്ന് പറയും. നമ്മുടെ ഹൃദയം വികസിക്കുന്ന സമയത്തുണ്ടാകുന്ന ബി പിയെ നമ്മൾ ഡയസ്റ്റോളിക് ബി പി എന്ന് പറയും. അതാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി കൂടുതൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? 120/80 നോർമലാണെന്ന് പറഞ്ഞു. 130/90 അവിടെ വരെയും നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസ് എന്നാണ് പറയുന്നത്. അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളവർ, വളരെ കൂടുതൽ സാധ്യതയുള്ളവർ. 130 മേലെയും 90 മേലെയും വന്നു കഴിഞ്ഞാൽ അവർ ഹൈപ്പർ ടെൻഷൻ രോഗികളായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണങ്ങളിൽ പ്രധാന പാരമ്പര്യമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി. ഇതൊരു ജീവിതശൈലി രോഗമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ എക്സർസൈസ് ഇല്ലായ്മ, അതുപോലെ തന്നെ ധാരാളം കൊഴുപ്പുകൾ ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ആഹാര രീതി, പിന്നെ റെസ്റ്റില്ലാതെ ജോലികൾ ചെയ്യുക, പിന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിലോ ഉണ്ടാകുന്ന അമിതമായ ടെൻഷൻ ഇതിനൊരു കാരണം തന്നെയാണ്. ഒബേസിറ്റി, അമിതവണ്ണം, ഹൈ കൊളസ്ട്രോള് ഒക്കെ തന്നെ ഈ ബി പി കൂടുന്നതിനുള്ള കാരണങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് ബി പിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബി പി ഒരാളിലുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ആദ്യം തന്നെ തലവേദനയാണ്. വിട്ടുവിട്ടുണ്ടാകുന്ന തലവേദന, തലകറക്കം, നെഞ്ചിനകത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുക. അതായത് നെഞ്ചിനകത്തിലൊരു ഭാരം ഇരിക്കുന്നത് പോലെയോ കോച്ചി വലിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുക, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് കൂടുക എന്നിവയൊക്കെയാണ് നെഞ്ചിനകത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ സ്വല്പം ഒന്ന് നടക്കുമ്പോഴേക്കും നമുക്ക് ശ്വാസമുട്ടലുണ്ടാകുക, കിതപ്പുണ്ടാകുക. അതുപോലെ നമ്മുടെ ശരീരത്തിലെ കൈയുടെ കാലിൻ്റെയൊക്കെ അറ്റത്തൊക്കെ ഇങ്ങനെ സൂചി വെച്ച് കുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുക. കൈകാലുകൾക്ക് മരവിപ്പും പെരിപ്പും ഉണ്ടാകുക, തലയ്ക്ക് പെരിപ്പുണ്ടാകുക, കഴുത്തിന് വേദന ഉണ്ടാകുക, അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ വേദന ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈ ബി പി കൂടുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ. കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോംപ്ലിക്കേഷനിൽ പ്രധാനം ഈ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്, ഹാർട്ട് ഫെയിലിയർ. അതുപോലെ തന്നെ ബ്രെയിനിനകത്തുണ്ടാകുന്ന ബ്ലീഡിങ്, നോസ് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ശരിക്കും ഇല്ലാതായി പോകും. അതുപോലെ തന്നെ നമുക്ക് തളർച്ച, അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ തളർന്നു പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർ ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് കരുതി നമ്മളുടെ ആഹാരത്തിൽ നിന്നും സോൾട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. 2.5 ഗ്രാം വരെ ഒരു ഡെയിലി നമുക്ക് ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കും സോൾട്ട് എടുക്കാവുന്നതാണ്. ഒരു നോർമൽ ബി പി ഉള്ള ആൾക്ക് 5 ഗ്രാം വരെയാണ് നമുക്ക് സോൾട്ട് ഡെയിലി നമുക്ക് ഇൻടേക്ക് പറയുന്നത്. അതുപോലെ തന്നെ അവർ എക്സർസൈസ് ചെയ്യുക, റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക, നല്ല ഉറക്കം ഉണ്ടാവണം. ഒരു 7 മണിക്കൂറെങ്കിലും അവർ ഉറങ്ങേണ്ടത് ആവശ്യമാണ്. ഭക്ഷണം, നമ്മൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കാനും ശീലിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബി പി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അതിന് ഒരിക്കലും മുടക്കം വരുത്താതെ തന്നെ അത് റെഗുലറായിട്ട് കഴിക്കുകയും മാസത്തിലൊരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയിട്ട് ബി പി ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഒരു 25 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ 3 മാസത്തിലൊരിക്കൽ ബി പി ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ ബി പി ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.